الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. وعن ابن مسعود رضي الله عنه قال ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മഹാനവർകൾ പറയുന്നു, ലമ്മ കാന യൗമു ഹുനൈൻ, ഹുനൈൻ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ, ഹുനൈൻ യുദ്ധം നടന്ന് അങ്ങനെ ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായി. 24,000 ഒട്ടകം ഗനീമത്ത് സ്വത്തായി ലഭിച്ചു. 40,000 ആടുകൾ തുടങ്ങി ഒരുപാട് വലിയ സമ്പത്ത് ഗനീമത്തായി മുസ്ലിമീങ്ങൾക്ക് ലഭിച്ച പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ഹുനൈൻ. ഹുനൈൻ യുദ്ധം നടന്ന സന്ദർഭത്തിൽ ആസറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്തു, നാസൻ ചില ജനങ്ങളെ, ഫിൽ ഖിസ്മത്തി ഗനീമത്ത് വീതം വെക്കുന്ന വിഷയത്തിൽ ചില പ്രത്യേക പരിഗണന നൽകപ്പെടേണ്ടതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലരെ പ്രത്യേകം പരിഗണിച്ചു. ചിലര് പുതുവിശ്വാസികളായിരുന്നു, ചിലര് എന്താ പറയുക, മദീനയിലേക്ക് മക്കയിൽ നിന്ന് പലതും ഉപേക്ഷിച്ച് ഒരുപാട് സമ്പത്തുകളും ഒരുപാട് സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഹിജ്റക്ക് വന്നവരായിരുന്നു ചിലര്. ചിലര് അറബി ഗോത്രങ്ങളിൽപ്പെട്ട പ്രമുഖരായിരുന്നു. അങ്ങനെ പല പ്രിയോറിറ്റീസും ഉണ്ടായതുകൊണ്ട്, പല മുൻഗണനകളും ഉണ്ടായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില വിഭാഗത്തെ പ്രത്യേകം തെരഞ്ഞെടുത്തു. അൻസാറുകൾ പിന്നെ മദീനയിലുള്ള ആളുകളാണല്ലോ, അവർക്ക് മുഹാജിറുകളുടെ അത്ര പരിഗണന അവർക്ക് കൊടുത്തില്ല. കാരണം അവർ പരിഗണന, നാട്ടുകാരാണ്, ഇവിടെ സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, നാടും വീടും കുടുംബവും സ്വത്തുക്കളൊക്കെ ഉപേക്ഷിച്ചു വന്ന മുഹാജിറുകളായ സ്വഹാബത്തിന് അവരെ പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ നബി തങ്ങൾ പരിഗണിച്ചു. ഫഅഅതൽ അഖ്റഅ ബിൻ ഹാബിസിൻ മിഅത്തൻ മിനൽ ഇബ്ലി, അഖ്റഅ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹുവിനിക്ക് നബി തങ്ങൾ നൽകി 100 ഒട്ടകത്തിനെ നൽകി. വഅഅത ഉയൈനത ബിൻ ഹിസ്നിൻ, ഉയൈനത ബിൻ ഹിസ്ൻ റളിയല്ലാഹു അൻഹുവിനിക്കും നബി നൽകി മിസ്ല ദാലിക, അതുപോലത്തതിനെ 100 ഒട്ടകത്തെ നൽകി. വഅഅത നാസൻ മിൻ അശ്റാഫിൽ അറബി, വഅഅത നബി തങ്ങൾ നൽകി നാസൻ ചില ജനങ്ങൾക്ക്, മിൻ അശ്റാഫിൽ അറബി അറബികളിൽ മഹത്വമുള്ള, കുടുംബമഹിമയുള്ള ഒരു വിഭാഗം ആളുകൾക്ക് നൽകി. വ ആസറഹും അവരെ തെരഞ്ഞെടുത്തു, യൗമ എദിൻ അന്നേരം, ഫിൽ ഖിസ്മത്തി ഓഹരി വെക്കുന്ന വിഷയത്തിൽ
പ്രത്യേകം അവരെ പരിഗണിക്കുകയും ചെയ്തു. ഇതാണ് സന്ദർഭം. മനസ്സിലായോ? ക്ലിയർ ആയോ? ജുമാന ഓക്കെ അല്ലേ? സന്ദർഭം ഇതാണ്. അപ്പോൾ ഹുനൈന് യുദ്ധം ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഹദീസ് ഇബ്നു മസ്ഊദ് പറയുന്നത്. ഹുനൈൻ യുദ്ധം നടക്കുന്ന കാലത്ത് നബി തങ്ങൾ ചില ആളുകളെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. ഫഖാല റജുലുൻ, ഏതോ ഒരാൾ പറഞ്ഞു, വല്ലാഹി ഇന്ന ഹാദിഹി ഖിസ്മത്തുൻ മാ ഉദില ഫീഹാ. വല്ലാഹി, അദ്ദേഹം പറയണം, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇന്ന ഹാദിഹി ഖിസ്മത്തുൻ, ഇത് തീർച്ചയായും ഒരു ഓഹരി വെക്കലാണ്. മാ ഉദില, നീതി കാണിക്കപ്പെട്ടിട്ടില്ല, ഫിഹ, ഈ ഓഹരി വെക്കുന്നതിൽ. അപ്പം ഇതിൽ നീതിയുക്തമായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വമാ ഉരീദ ഫിഹ, ഈ വീതം വെക്കുന്നതിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുമില്ല വജ്ഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭാഗം, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകം കൂലി കിട്ടണമെന്ന് ഉദ്ദേശിച്ചിട്ടുമില്ല എന്നത് പറഞ്ഞു. നിബിധങ്ങൾക്കെതിരെ പറയാൻ ഒരാൾ നീതി കാണിച്ചിട്ടില്ല എന്ന്. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയണം, ഞാൻ പറഞ്ഞു, വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ല ഉഖ്ബിറന്ന, തീർച്ചയായും ഞാൻ വിവരം പറയുക തന്നെ ചെയ്യും, റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് ഈ വിവരം പറയും, നിങ്ങൾ ഈ പറഞ്ഞത് പറയുന്നു. വല്ലാഹി ല ഉഖ്ബിറന്ന, തീർച്ചയായും ഞാൻ പറയുക തന്നെ ചെയ്യും, റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഫഅതൈതുഹു, ഞാൻ നബി തങ്ങളുടെ അടുക്കൽ ചെന്നു, ഫഅഖ്ബർതു, ഞാൻ വിവരം പറഞ്ഞു, ഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ബിമാ ഖാല, ഇദ്ദേഹം പറഞ്ഞ ഒന്നിനെ പറഞ്ഞു. ഈ വ്യക്തി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധരിപ്പിച്ചു. ഫതഗയ്യറ വജ്ഹുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വ്യത്യാസപ്പെട്ടു. ഹത്താ കാന കസ്വിർഫി, സ്വിർഫ് പോലെയായി, ചുവന്ന ചായം പിടിപ്പിക്കപ്പെട്ടതുപോലെയായി. ദേഷ്യം വന്നു നബി തങ്ങൾക്ക്. സുമ്മ ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫമൻ യഅദിലു, ആര് നീതി കാണിക്കും, ഇദാ ലം യഅദിലില്ലാഹു വറസൂലുഹു, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നീതി കാണിക്കാത്ത സ്ഥലത്ത്, നീതി കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക? നീതി കാണിക്കാൻ വേണ്ടി വന്നവരാണ്, അതുപോലെ അയച്ച അള്ളാഹുവാണ്, അമ്പിയാക്കൾ അതിനു വേണ്ടി വന്നവരാണ്. അപ്പോൾ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നീതി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക? ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ അതൊരു അനീതിയായി തോന്നി. എന്നാൽ യഥാർത്ഥത്തിൽ അതായിരുന്നു നീതി. ചില പ്രത്യേക പരിഗണനകൾ പുതുവിശ്വാസികൾക്കും ചില കുലീന തറവാട്ടുകാർക്കും പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ചില ആളുകൾക്ക് ഈമാൻ വർദ്ധിക്കുക. മുസ്ലിമായതിൻ്റെ പേരിൽ നാടും വീടും ഒക്കെ ഉപേക്ഷിക്കുകയും വീട്ടുകാരും കുടുംബങ്ങളും ഒക്കെ തള്ളിപ്പറയുകയും ചെയ്ത ഒരു വിഭാഗം ആളുകൾക്ക് പരിഗണിക്കാൻ ഇടമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കും.
ചിലപ്പോൾ ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹമുണ്ടെങ്കിലും പതിയെ പതിയെ അവരുടെ ഈമാൻ വർദ്ധിക്കാനും ഉറച്ചു നിൽക്കാനും അത് കാരണമാകും. അത് മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയമായ ഒരു തന്ത്രം നിബിധങ്ങൾ കാണിക്കുകയായിരുന്നു. ക്ലിയറായി? വിഷയം മനസ്സിലായോ? അപ്പോൾ ഞാൻ കാണിച്ചത് നീതി തന്നെയാണ്, അനീതിയെന്ന് പറയാൻ നിർവാഹമില്ല. നമ്മൾ തന്നെ ആലോചിച്ചാൽ അറിയാലോ. മക്കൾക്ക് കുട്ടികളുണ്ടാവും. കുട്ടികളോട് നമ്മളെങ്ങനെ നീതി കാണിക്കുക? ഓരോരുത്തർക്കും അവരവരുടെ, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠനോപകരണങ്ങളും വ്യത്യാസം ഉണ്ടാവും, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയാണ്, എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സൗകര്യങ്ങളൊക്കെ വേണം. ഇവള് ഓട്ടോയിലാണ് സ്കൂളിൽ പോകുന്നത്, മറ്റേ കുട്ടി ബസ്സിലാണ്. എനിക്ക് ബസ്സിൽ തന്നെ വേണം. അത് നീതിയല്ലല്ലോ. ഒരു കുട്ടിയെ ബസ്സിൽ വിടുക, ഒരു കുട്ടിയെ പ്രത്യേകമായിട്ട് പരിഗണിക്കുക, ഇത് ശരിയല്ലല്ലോ. അത് ഓരോന്നിനെയും അതിൻ്റേതായ സാഹചര്യങ്ങളും ഉപയോഗങ്ങളും ഇതനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഭാവി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊന്നും പരിഗണിക്കാതെ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുറമെ നിന്ന് നോക്കുന്ന സമയത്ത് അതൊരു കുറവായി തോന്നും. എന്നാൽ അതിൻ്റെ വസ്തുത നിരത്തി എല്ലാ വശവും പരിഗണിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാവുകയും ചെയ്യും. സുമ്മ ഖാല, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യർഹമുല്ലാഹു മൂസ, അല്ലാഹു മൂസ നബിക്ക് ഒരുപാട് കാരുണ്യം ചെയ്യട്ടെ. ഖദ് ഊദിയ, മൂസ നബി പ്രയാസപ്പെടുത്തപ്പെട്ടു, ബി അക്സറ മിൻ ഹാദാ, ഇതിനേക്കാൾ വലുതുകൊണ്ട് പ്രയാസപ്പെടുത്തപ്പെട്ടു. എന്നിട്ട് ഫസബറ, മൂസാ നബി അലൈഹിസ്സലാം ക്ഷമിക്കുകയും ചെയ്തു. അപ്പം ക്ഷമ കൈക്കൊണ്ടല്ലോ, അതുപോലെ ഞാനും ക്ഷമ കൊള്ളുകയാണ്. ഇതിനേക്കാൾ വലിയ പ്രയാസപ്പെടുത്തലുകൾ മൂസാ നബി അലൈഹിസ്സലാമിന് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് മൂസാ നബി ക്ഷമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ക്ഷമ നമ്മൾ കൈക്കൊള്ളണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് നബി തങ്ങളൊരു വിനയം കൊണ്ട് പറയാണ്, വിനയം കൊണ്ട് സംസാരിക്കുകയാണ്. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാമിനെ മദ്ഹ് പറയലുമാണ്. ഓക്കെ. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ ജറമ, സത്യമായും, ലാ ജറമ, ഒരു സംശയവുമില്ല, സത്യം തന്നെ, ലാ അർഫഉ ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഞാൻ ബോധിപ്പിക്കുകയില്ല, ബഅദഹ, ഈ സംഭവത്തിന് ശേഷം, ഹദീസൻ, ഒന്നിനെയും. മുനാഫിക്കിൻ്റെ വർത്താനമാണുള്ളത്. ഇത്തരം കാര്യങ്ങളാണ്. നിബിധങ്ങൾക്ക് ദേഷ്യം വരുന്ന ഒരു വിഷയമാണുള്ളത്. അതുപോലെ നിബിധങ്ങൾക്ക് കാഫറുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റേ കാര്യങ്ങൾ പറയുമ്പോൾ നിബിധങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാനും വേണ്ടി ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ല, ഒരിക്കലും പറയൂല. ലാജറമ, ഒരു സംശയവുമില്ല, സത്യമായും, ലാ അർഫൗ ഇലൈഹി, നിബിധങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയില്ല, ബഅദഹ, ഈ സംഭവത്തിന് ശേഷം, ഹദീസൻ, ഒന്നിനെയും. മുത്തഫഖുൻ അലൈഹി. ഓക്കെ, ക്ലിയർ അല്ലേ? അതില് സ്വിർഫ്, ആസറ, ഏതെങ്കിലും പദങ്ങളുണ്ടോ? ബുദ്ധിമുട്ടുള്ളത് നോട്ട് ചെയ്ത് നോക്കണേ.
ലാജറമ ഇതൊരു പറയാണ്, സത്യമായിട്ടും ഒക്കെ പറയുന്നത് ആ ഒരു പ്രയോഗം. ഖൗലുഹു ഖസ്സിർഫി, സിർഫ് എന്നുള്ള വാക്ക് വബികസ്രി സാദി, സാദിനിക്ക് കസ്ർ കൊണ്ട് വായിക്കണം, സാദ് കസ്ർ സീന്ന് വായിക്കണം, അൽ മുഹമ്മലത്തി പുള്ളിയില്ലാത്തതായ സ്വാദ്, മുഹമ്മലത്ത് പുള്ളിയില്ലാത്തതായ സ്വാദ്. എന്താ സുർഫ് എന്ന് പറഞ്ഞാൽ വഹുവ സിബുൻ അഹ്മറു, അത് ചുവന്ന ഛായമാണ്, ചുവന്ന ഛായം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا أراد الله, നബി തങ്ങൾ പറയുകയാണ്, ഇദാ അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചാൽ, ബിഅബ്ദിഹി അവൻ്റെ അടിമ കൊണ്ട് ഉദ്ദേശിച്ചാൽ, ഖൈറൻ വലിയ നന്മകളെ ഉദ്ദേശിച്ചാൽ, അജ്ജല അവൻ പെട്ടെന്ന് നൽകും, ഉളരിപ്പിക്കും, വേഗത്തിലാക്കും, ലഹു അവൻ്റെ അടിമക്ക്, അൽ ഉഖൂബത ശിക്ഷയെ, ഫിദ്ദുനിയ ദുനിയാവിൽ വെച്ച് തന്നെ. പരലോകത്ത് വെച്ച് ശിക്ഷ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ മുഅ്മിനായ ഒരു മനുഷ്യൻ, അള്ളാഹു അവന് പരലോകത്ത് വലിയ സൗഭാഗ്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ അവൻ ചെയ്ത ദോഷങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അതിനുള്ള ശിക്ഷ നൽകും. അത് അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമാണ്. പരലോകത്തേക്ക് വെച്ചാൽ അത് പരലോകത്തുള്ളത് നമുക്ക് വിവരണാതീതമാണല്ലോ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. അതുണ്ടാവില്ല വിനായ മനുഷ്യൻ. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ഷർറിനെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അംസക അൻഹു അവനെ തൊട്ട് പിടിച്ചു നിർത്തുന്നതാണ്, ബിദംബിഹി അവൻ്റെ ദോഷത്തിനെ, അവൻ്റെ ദോഷം പിടിച്ചു വെക്കും, ഹത്താ യുവാഫിയ ബിഹി അവൻ ആ ദോഷത്തിനെ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി, അതിനുള്ള പ്രതിഫലം പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി, യൗമൽ ഖിയാമത്ത്, ഖിയാമത്താണ്. അപ്പോൾ അതിനെന്താണോ ആ ഷർറിനുള്ളത്, ആ ഷർറിനുള്ള ശിക്ഷ എന്താണോ അത് അവന് പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു ദുനിയാവിലൊന്നും അവന് പ്രയാസമൊന്നുണ്ടാവില്ല. അപ്പോൾ ആ ഷർറ്, ദോഷം കൊണ്ടുള്ള അവൻ്റെ ഷർറിനെ അള്ളാഹു പിടിച്ച് വെക്കും. മറ്റവർക്ക് മുഅ്മിനായ ഒരു ഖൈറായ രൂപമാണ് ഒരാൾക്ക് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവനുള്ള ശിക്ഷ വേഗത്തിലാക്കി കൊടുക്കും. മറ്റേത് ഒന്ന് എന്താവില്ല, പിടിച്ചു വെക്കും, ആ ശിക്ഷ പിടിച്ചു വെക്കും. എന്നിട്ട് ഖിയാമത്ത് നാളിൽ അവന് അതിൻ്റെ പൂർത്തീകരണം നടത്തുകയും ചെയ്യും. ഇല്ലതല്ലേ? ഓക്കെ അല്ലേ? യുവാഫിയ എന്ന് പറഞ്ഞാൽ അവന് പകരം പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി, പകരം നൽകുക. അവന് ഈ തെറ്റിൻ്റെ പകരം പൂർണ്ണമാക്കി കൊടുക്കുന്നതിന് വേണ്ടി. ചില സ്ഥലത്ത് നന്മകൾ പൂർത്തീകരിക്കാനും ഇതന്നെ ഉപയോഗിക്കും. ഇവിടെ തെറ്റ് പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഖിയാമത്ത് നാളിൽ
ക്ലിയർ അല്ലേ? ജുമാന ഇനി وقال النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാഇ. ഇന്ന ഇളമൽ ജസാ, വലിയ പ്രതിഫലം തീർച്ചയായും മഅ ഇളമിൽ ബലാ, വലിയ പരീക്ഷണത്തോടൊപ്പമായിരിക്കും. വലിയ പരീക്ഷണത്തോടൊപ്പമായിരിക്കും വലിയ പ്രതിഫലം. ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു തആല, ഇദാ അഹബ്ബ ഖൗമൻ, ഒരു ഖൗമിനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, ഒരു വിഭാഗം ജനങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, ഇബ്തലാഹും, അല്ലാഹു അവരെ പരീക്ഷിക്കും. ഫമൻ റളിയ, ആരെങ്കിലും തൃപ്തിപ്പെട്ടാൽ, ആ പരീക്ഷണത്തിൽ തൃപ്തിപ്പെട്ടു എന്നാൽ ഫലഹുൽ റിളാ, അവൻ അല്ലാഹുവിൻ്റെ തൃപ്തിയും ഉണ്ട്. വമൻ സഖിത, ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ, ഫലഹു സുഖ്തു, അവന് അല്ലാഹുവിൻ്റെ ദേഷ്യവും ഉണ്ട്. അപ്പോൾ പരീക്ഷണം നന്നായിട്ടുണ്ടാവും. ആ പരീക്ഷണം വിജയത്തോടെ നമ്മൾ തരണം ചെയ്യണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയോ, ചില ആളുകൾക്ക് പരീക്ഷണം താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ദ്വാരക്കും, പരശോനെ എന്നെ നീ പരീക്ഷിക്കല്ല, എനിക്ക് താങ്ങാൻ കഴിയുന്നതിലേറെ പരീക്ഷണം റബ്ബാകുന്ന നീ നൽകല്ല എന്ന് നമ്മൾ ദുആ ചെയ്യുന്നത് കൊണ്ടാണ്. പരീക്ഷണം കൂടുകയാണെങ്കിൽ ഒരു പക്ഷേ അതിൽ ക്ഷമ കൈക്കൊള്ളാത്ത ആളുകൾക്ക് അതുമൂലം പല നഷ്ടങ്ങളും സംഭവിക്കും. പല നഷ്ടങ്ങളും സംഭവിക്കും. ഈമാൻ തന്നെ ചിലപ്പോൾ തെറിച്ചു പോകും. അപ്പോൾ നമുക്ക് സാധിക്കുന്ന, ക്ഷമിക്കാൻ സാധിക്കുന്ന പരീക്ഷണങ്ങൾ. അപ്പോൾ ഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും വമൻ റളിയ ഫലഹുർ റിളാ വമൻ സഖിത ഫലഹു സുഖ്തു, റവാഹു തിർമിദിയു വഖാല ഹദീസുൻ ഹസനുൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നാൽപ്പത്തിനാല്. വഅൻ അനസിൻ റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ബനുൻ ലി അബി ത്വൽഹത, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ആൺകുട്ടി, അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ആ ആൺകുട്ടി യസ്തക്കി, രോഗം ബാധിച്ച് കിടക്കുകയാണ്, പ്രയാസത്തിലാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരാൺകുട്ടി. ഫഖറജ അബൂ ത്വൽഹ, അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പുറത്തുപോയി, വീട്ടിൽ നിന്ന് പുറത്തുപോയി. ഫഖുബില സ്വബിയു, കുട്ടിയെ റൂഹ് പിടിക്കപ്പെട്ടു, കുട്ടി മരിച്ചു. അദ്ദേഹം പുറത്തുപോയ സമയത്താണ് കുട്ടി മരിക്കുന്നത്. ഫലമ്മ റജഅ അബൂ ത്വൽഹ, അബൂ ത്വൽഹ മടങ്ങി വന്നപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, മാ ഫഅല ബിനി, മകൻ എങ്ങനെയുണ്ട്,
അങ്ങനെ എങ്ങനെയുണ്ട്, കുറവുണ്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. കാലത്ത് ഉമ്മു സുലൈം വഹിയ ഉമ്മു സ്വബി, കുട്ടിയുടെ ഉമ്മയായ ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹുവ അസ്കനു, അവൻ ശാന്തനാണ്, മാക്കാന, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ. അപ്പോൾ കുറവുണ്ട് എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ശാന്തനാണ്, മരണപ്പെട്ടല്ലോ. അങ്ങനെ ഫഖറബത്ത്, ആ മഹദി ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ തയ്യാർ ചെയ്തു കൊടുത്തു, ഇലൈഹി അൽ അശാ, രാത്രി ഭക്ഷണം തയ്യാറാക്കി. ഫതഅശ, അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു രാത്രി ഭക്ഷണം കഴിച്ചു. സുമ്മ അസാബ മിൻഹ, പിന്നെ ഭാര്യയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ മനസ്സും വയറും നിറഞ്ഞു. ഭർത്താവ് വരുന്ന സമയത്ത് പരാതികളോട് പരാതി പറയാതെ വന്ന് കയറിയ സമയത്ത് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു. അങ്ങനെ കുട്ടി കുഴപ്പമൊന്നുമില്ല എന്ന രൂപത്തിൽ പറഞ്ഞു. അങ്ങനെ ശാരീരികമായി അവർ ബന്ധപ്പെടുകയും ചെയ്തു. ഫലമ്മ ഫറഗ, അങ്ങനെ അദ്ദേഹം ഒഴിവായപ്പോൾ, ഖാലത്ത്, അവർ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, വാറുസ്വബിയ, നമുക്ക് കുട്ടിയെ മറവ് ചെയ്യാം, എല്ലാവരും വരൂ എന്ന് പറഞ്ഞു. കുട്ടിയെ എടുത്തിട്ട് നമുക്ക് മറവ് ചെയ്യാം. അപ്പോൾ ആ ഉമ്മാൻ്റെ ഒരു മാനസികമായ ഒരു അവസ്ഥയാണ് നമ്മൾ നോക്കേണ്ടത്. കുട്ടി മരിച്ചു കിടക്കുകയാണ്, പക്ഷെ ഭർത്താവിന് വിഷമമുണ്ടാകരുത് എന്ന നിലക്ക് ഭർത്താവിന് വേണ്ട പരിഗണനയൊക്കെ നൽകി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, അപ്പോഴും മനസ്സിൽ ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ ഭർത്താവിനെ സന്തോഷിപ്പിച്ചു. എല്ലാം റാഹത്തായപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് എല്ലാ വിഷയങ്ങളും റാഹത്തും സന്തോഷമായപ്പോൾ പറഞ്ഞു, കുട്ടിയെ നമുക്ക് മറവ് ചെയ്യാം. വലമ്മ അസുബഹ, അങ്ങനെ പ്രഭാതത്തിലായപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രഭാതത്തിലായപ്പോൾ, അതാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നു. ഖാല, ഫഅഖ്ബറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. ദേഷ്യത്തിലാണ്, ഭാര്യയോട് ദേഷ്യപ്പെട്ടിട്ട് പരാതി പറയാൻ പോയത് റസൂലുള്ളാഹിന്റെ അടുത്ത്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അറസ്തുമുൽ ലൈലത്ത, ഇന്നലെ രാത്രി നിങ്ങൾ വീട് കൂടിയോ? വീട് കൂടിയോന്ന് വെച്ചാൽ ഭാര്യയുമായി രാത്രി ബന്ധപ്പെട്ടോ എന്നർത്ഥം. ഖാല, അപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലഹുമാ, പടച്ചോനെ ഇവർക്ക് രണ്ടുപേർക്കും നീ ബറക്കത്ത് ചെയ്യേ. അങ്ങനെ ഫവലദത്ത് ഗുലാമൻ, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു ഉമ്മു സുലൈം ബീവി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അപ്പോൾ ഫഖാല ലി അബൂ ത്വൽഹ, എന്നോട്, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പോൾ അബൂ ത്വൽഹ എന്നോട് പറഞ്ഞു, യഹ്മിൽഹു, ഈ കുട്ടിയെ എടുക്ക്, ഹത്താ തഅതി ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നബി തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇവൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊണ്ടുപോകാം. വബഅസ മഅഹു ബിത്തംറാത്ത്, വബഅസ, അദ്ദേഹം അയച്ചു കൊടുത്തു, മഅഹു, അനസ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ, ബിത്തംറാത്ത്, അല്പം ചില കാരക്കകളെ അയച്ചു കൊടുത്തു.
അങ്ങനെ നബി തങ്ങളുടെ അടുക്കലെത്തി കുട്ടിയുമായിട്ട്. കാല തങ്ങൾ ചോദിച്ചു, അമഅഹു ഷൈഉൻ, നിങ്ങളുടെ അടുക്കൽ വല്ലതും ഉണ്ടോ ചോദിച്ചു. കാല അപ്പം മറുപടി പറഞ്ഞു, അനസുല്ലാൻ പറഞ്ഞു, അതെ. ചോദിക്കണം കയ്യിൽ വല്ലതും ഉണ്ടോ? അനസുല്ലാൻ മറുപടി പറഞ്ഞു, തമ്രാത്ത്, കുറച്ച് കാരക്കുകളുണ്ട്. അങ്ങനെ ഫഅഖദഹാ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാരക്കയെ എടുത്തു. ഫമളഅഹ, അതിനെ ചവച്ചു. ഉമ്മ അഖദഹ മിൻ ഫീ, പിന്നെ വായിൽ നിന്നെടുത്തു. വജഅലഹ ഫീ ഫിസ്വബി, കുട്ടിയുടെ വായയിൽ അതിനെ വെച്ചു കൊടുക്കുന്നു. ഫീ ഫിസ്വബി, ഒരു ഫീ എന്ന് പറഞ്ഞാൽ വായ എന്ന അർത്ഥത്തിലുണ്ടോ. ഫീ ഫിസ്വബി ഉമ്മ ഹന്നക്കഹു, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധുരം നൽകി കുട്ടിക്ക്. വസമ്മാഹു, ആ കുട്ടിക്ക് പേര് വെച്ചു കൊടുത്തു. അബ്ദുള്ള എന്ന പേര് വെച്ചു കൊടുത്തു. അബ്ദുള്ള എന്ന പേര് വെച്ചു കൊടുത്തു. മുത്തഫഖുൻ അലൈഹി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മധുരം നൽകി. തഹ്നീക്ക്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. വളരെ നല്ല രൂപത്തിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നതിന് പകരം പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മാനസികമായ ആ സന്തോഷം നിലനിർത്താൻ വേണ്ടിയാണ്. നീ വന്നു കൂടുമ്പോൾ തന്നെ പറയായിരുന്നു, ചില സ്ത്രീകളൊക്കെ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയും, അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഇവിടെ വലിയൊരു മാതൃകയാണ് സ്ത്രീകൾക്ക് ഈ ചരിത്രം. വഫീ റിവായത്തിൽ ബുഖാരി, ബുഖാരി ഇമാമിന്റെ റിവായത്തിലുണ്ട്, ഖാല ഇബ്നു ഉയൈന, ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിൻ്റെ മഹത്വം പറയട്ടെ. വിധങ്ങൾ മദനം കൊടുത്ത, വിധങ്ങൾ ദുആ ചെയ്ത കുട്ടിയാണല്ലോ. അപ്പോൾ ഫറഅയ്തു തിസ്അത ഔലാദിൻ, ഞാൻ 9 കുട്ടികളെ കണ്ടിട്ടുണ്ട്. അൻസാറുകളിൽപ്പെട്ട ഒരാൾ പറയാണ്, ഞാൻ 9 കുട്ടികളെ കണ്ടിട്ടുണ്ട്. കുല്ലുഹും ഖദ് ഖറഉൽ ഖുർആൻ, അവരെല്ലാവരും ഖുർആൻ ഓത്തുകാരാണ്, ഖുർആൻ പഠിച്ച് ഖുർആൻ ഓതുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. ഹാഫിളീങ്ങളാണ്. യഅനി മിൻ ഔലാദി അബ്ദില്ലാഹിൽ മൗലൂദ്, 9 കുട്ടികളെ കണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പറയപ്പെട്ട ഇവിടുത്തെ കുട്ടിയുണ്ടോ അബ്ദുള്ള, ആ അബ്ദുള്ളാൻ്റെ മക്കളിൽ നിന്നും 9 പേരെ എല്ലാവരും ഖുർആൻ പണ്ഡിതന്മാരായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖുർആൻ പണ്ഡിതന്മാരായി ഞാൻ എന്തായിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാരുടെ പവർ തന്നെയാണ്? ഈ അബ്ദുള്ള എന്നവരുടെ പവർ തന്നെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, മതി. ജസ്റ്റ് ഒന്ന് നോക്കി.